ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ സിനിമ ചെയ്യാൻ അവിയൽപ്പഴം വീഡിയോ ആണ്. കുറച്ച് ദിവസത്തെ വീഡിയോ നമ്മൾ മിക്സ് ചെയ്താണ് ഇടുന്നത്. ഹലോ ഗായ്സ്, അപ്പൊ ഇന്നാണ് നമ്മുടെ കൺസേർട്ട്. ഇത്തവണ പറഞ്ഞ കൺസേർട്ടിന്റെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അറിയത്തില്ല കൺസേർട്ട് ഒരു വാക്കുള്ളൂ, ജിത്തുചേട്ടൻ ആൾക്കാർ ഇടുന്നുണ്ട്, ജിത്തുചേട്ടൻ നടക്കുന്നു. നമുക്ക് കൺസേർട്ടിന് പോവാം. ജിത്തുചേട്ടൻ ഒരു വാക്കുള്ളൂ, ജിത്തുചേട്ടൻ കൺസേർട്ടിന് കൊണ്ടുവന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കുന്നു. കൺസേർട്ടിന് കോട്ട കിട്ടുവന്നിരിക്കുന്നു. അവാർഡിന്റെ കാര്യം തണുപ്പാണ് നമ്മൾ. ഹലോ ഗായ്സ്, ഇവിടെ ഭയങ്കര നോയ്സ്. നമുക്ക് അതുമായിട്ട് സംസാരിക്കാം. ബാ ഗൈസ്, നിങ്ങൾ ഇപ്പൊ വിചാരിക്കും ഞങ്ങൾ വേറെ ഏതെങ്കിലും നാട്ടിൽ നിൽക്കുവാണെന്നല്ല ഗൈസ്. ഞങ്ങൾ സ്വന്തം നാട്ടിലുള്ള ഗ്ലോ സ്റ്റൈലിഷ് യൂണിസിക്സ് സലൂണിലാണ് നിൽക്കുന്നത്. കൊള്ളാല്ലേ, ഇത്ര വലുതൊന്നും പ്രതീക്ഷിച്ചില്ല ഗായ്സ്. അനന്ത ചാച്ച എവിടെ? സുഖത്തിന് കിടപ്പിന് എന്ത് മുഖത്ത് എന്തൊക്കെ ഇട്ടിരുന്നു? എന്തച്ചാന്റെ ഓരോരോ ആഗ്രഹങ്ങൾ. എന്താ എന്റെ ആഗ്രഹം പറഞ്ഞു? ചെറുതായിട്ടൊരു ഹൈഡ്രാ ഫേഷ്യൽ പറഞ്ഞു. അപ്പൊ മോനെ എവിടെ കിടക്കും മോനെ എന്നിട്ട് ഡ്രസ്സല്ല, ഷർട്ട് മാത്രം ഊരാൻ പറഞ്ഞു. ഫുൾ ബോഡി ഹൈഡ്രേഷനൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഞങ്ങളുടെ കസിൻ ചേച്ചി ഒരു ബൊട്ടീക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ ഉദ്ഘാടനത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അശ്നൈസി ഉണ്ടായിരുന്നു. ഉദ്ഘാടനമായിട്ടൊക്കെ ഞങ്ങൾ ഭയങ്കര ബിസി ആയിരുന്നു. അതാണ് ആ സമയത്ത് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഇതെന്റെ ചേച്ചിയാണ്, ഇത് ഞങ്ങളുടെ ചേച്ചിയാണ്. അപ്പൊ ചേച്ചി പുതിയ കട തുടങ്ങി, ഗേൾസിന് വേണ്ടിയാണ്. ഇപ്പൊ ഇവിടെ സ്റ്റിച്ചിങ് ഉണ്ട്, പാർലർ ഉണ്ട്, റണ്ണിങ് മെറ്റീരിയൽ ഉണ്ട്, റെഡിമെയ്ഡ് ഡ്രസ് ഉണ്ട്, എല്ലാം ഗേൾസിന് വേണ്ടിയാണ്. ചേച്ചി ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് പറ. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ബാപ്റ്റിസം സെറ്റ്, വെഡ്ഡിങ് ഗൗണ്, അങ്ങനെ എല്ലാം കസ്റ്റമൈസ് ചെയ്ത് എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഈ കട വരുന്നത് നമ്മുടെ പൊഴിയൂരിന്റെ തൊട്ടടുത്തുള്ള ഉച്ചക്കട ജംഗ്ഷനിലാണ്. ഉച്ചക്കട ജംഗ്ഷനിൽ ഇന്ത്യൻ പെട്രോൾ പമ്പിന്റെ അടുത്തായിട്ടാണ് കട വരുന്നത്. ഇത് രണ്ടും കൊള്ളാം, ഇതാകുമ്പോ കറക്റ്റ് ആയിരിക്കും അല്ലേ വാലന്റൈൻ ഡേ. നമ്മളൊക്കെ ഒരേ ഇതല്ലേ. ഓക്കെ, അതൊരു ചെറിയൊരു കുഞ്ഞു കടയാണ്. അപ്പം എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. എക്സൈറ്റഡ് ആണോ? എനിക്ക് അറിഞ്ഞൂടല്ല, ഫസ്റ്റ് ടൈം അല്ലേ, തണുത്ത് വയ്യ. സൂട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് കണ്ടാൽ തുടങ്ങി പെട്ടെന്ന് പോണം. എടി നമ്മൾ എല്ലായിടത്തും ലേറ്റ് ആണ്, ഇപ്പോൾ വീണ്ടും ലേറ്റ് ആവാ. കോസ്റ്റ്യൂമിന് കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. ഏതാമോ കോസ്റ്റ്യൂം ഒരു 10 മാർക്ക് തരാം 100-ൽ. ഞാൻ ഇപ്പൊ പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ ചെയ്യാൻ പോകുന്നത്. പേരൊക്കെ പഠിച്ചെടുക്കാൻ കുറെ സമയം എടുത്ത്. ഞാൻ പഠിച്ചു പ്രെഡിക്റ്റബിൾ. നടിമാരൊക്കെ ചെയ്യുന്ന സാധനമല്ലേ എന്നെ കാലിൽ. നടി എന്നാണ് അപ്പം ഉദ്ദേശിച്ച് വരുന്നത് ഗൈസ്. ആനി നടിയെങ്കിൽ ഞാൻ നടൻ. തരി തരി സാധനം, അതെന്തോ സാധനം? ടൈപ്പ് സോൾട്ടാ? മറ്റേ ജെല്ലി ഫിഷ് ഇല്ലേ, അതുപോലെ തട്ടുന്നു. അൾക്കാക്കാനിപ്പോ പച്ച കളറിൽ കൈമുട്ടിക്ക ഹൽക്കാവും. ഇപ്പോഴാ കൊച്ചു പിള്ളേരെ സ്വഭാവം വച്ചോണ്ടൊക്കെ ഇരിക്കുന്നു. അമ്മ പോലെ എന്റെ കാലിൽ നഖം വെട്ടി തന്നിട്ടില്ല, പക്ഷെ ഈ ചേച്ചി എനിക്ക് കാലിൽ നഖം വെട്ടി തന്നു ഗൈസ്. ചേച്ചിക്ക് ഈ വീഡിയോയിൽ വരാൻ മടി, എന്നെ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ എങ്ങനെ വീഡിയോ എടുക്കാണ്ടിരിക്കും? അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതിന്ന് ഒരു ലെറ്റർ ഞങ്ങളെ കാണാൻ വന്നതായിരുന്നു, പക്ഷെ ഞങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിലെ മാറ്റിന്റെ അടിയിൽ വെച്ചോണ്ട് പോയി. അല്ല, രണ്ട് ചാനൽ ലെറ്റർ വായിച്ച് പരിചയം. ഓ, വീണ്ടും പൈസ വന്നിട്ടുണ്ട്. ആരാ അയച്ച പൈസ? നിങ്ങളെപ്പോലെ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ ചാനലാണ് ഗൈസ്. ഇതുപോലെ ഒരുപാട് പേര് ലെറ്ററും പൈസ അയക്കുന്നുണ്ട്. അതിന് ഒരുപാട് സന്തോഷം ഗൈസ്. നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. വാവയ്ക്ക് എന്തെങ്കിലും പറയാണ്ടാടാ? നീ എത്ര രൂപ ഇട്ട്? നീ വല്ല പൈസ ഇട്ടാ? വാവയ്ക്ക് കിട്ടുന്ന വാവ കുഞ്ഞു കുഞ്ഞു ചില്ലറ പൈസയൊക്കെ വാവ കൊണ്ട് ഇടുന്നോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല വാവ? 2 രൂപ ഇട്ട് വാവ 2 രൂപ ഇട്ടിരിക്കണില്ലേ വാവേ? അല്ലെങ്കിൽ വാവ കോമാളിയാണെന്ന്.
ഇല്ല വാവേ, അവ വാവയാണ് സൂപ്പർ ഹീറോ ഇല്ലേ വാവേ? സ്കൂളിൽ ഫോട്ടോ എടുക്കും നാളെ. ബാവയ്ക്ക് നാളെയാണ് സ്കൂളിൽ ഫോട്ടോ എടുക്കുന്നത്. ഡെയിലി ബാവേ പിന്നെ ഞങ്ങൾ വിടുന്നില്ലല്ലേ. ഈ ചേച്ചിനെ ക്യാമറയിൽ കാണിക്കണ്ട, പക്ഷെ നീ കാണിച്ചു കുഴപ്പമൊന്നുമില്ല. വരാൻ ഭയങ്കര എന്താ പറയുക നാണം. പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞ കേട്ടോ. എങ്ങനെ നനന്ദിച്ചറിഞ്ഞു എല്ലാം ചോദിച്ചറിഞ്ഞിരിക്കുന്ന അങ്ങോട്ട്. ഒരു കുട്ടിയെ കണ്ടാൽ പോലും വെറുതെ വിടത്തില്ല. ഗൈസ് അനന്തുസാനെ കണ്ടില്ല. ഇത് ഒരു മിനിറ്റ്. 10 മിനിറ്റ് കണ്ണടച്ചിരുന്നടാ. 2 മണിക്കൂർ പ്രോസസ് ആണ് ഇല്ലേ ഇത് അനന്തുസാ? ഫൈനലി എത്തിയല്ലോ. ട്രാക്ക് മാറ്റി. നമ്മുടെ കൊച്ചിന്റെ എന്നാണ് മാമോദീസ. മാമോദീസ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാപ്റ്റിസം ഇല്ലേ, അതാണ് സംഭവം. അപ്പൊ ഞങ്ങളൊരു ഞങ്ങളുടെ വക ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകും. ഗൈസ് നമ്മുടെ ചേച്ചിയുടെ വാവയുടെ മാമോദീസ ഒഴിച്ച് ബാക്കി എല്ലാരും സ്റ്റേജ് ക്ലിയർ ചെയ്യേണ്ടതാണ്. അതന്നെ, അമ്മ മാത്രം ഇവിടെ നിൽക്കണം, ബാക്കി എല്ലാരും സ്റ്റേജ്. എല്ലാരും ഇവിടെ നിന്ന് പോകുന്നതാണ് ഉദ്ദേശിച്ചത്. പേര് പറ. എത്ര മാസമായി? ഒപ്പ കൊള്ളാം. ഞങ്ങൾ നീ ജനിക്കുന്ന മുമ്പ് നിന്റെ വീഡിയോ എടുത്ത് അതറിയാമോ? തിരുനാളിന്ത ഒരു നാൾ ഇതിൽ പല നാൾ കണ്ട സുഖമേ ദിനമും ഒരു ഗണമും ഇதை மறவாதிந்தன் மனமே விழி பேசிடும் மொழிதான் இந்த உலகின் பொது மொழியே பல ஆயிரம் கதை பேசிடும் உதவும் விழி வழியே. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാധനമാണ്. നല്ല കുട്ടിയല്ലേ? ഒരു നാൾ ഇതിൽ പല നാൾ കണ്ട അമ്മേന്റെ കയ്യിലിരിക്കുന്നുണ്ടല്ലോ അച്ഛൻ്റെ അടുത്ത്. താല്പര്യമില്ല. കൊച്ചു പോകുന്നില്ല. നീ മാത്രം കരയാതെ അച്ഛൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ എന്നാണ്ടല്ലോ. നീയാണ് നിനക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. ഉലകിൻ പുതുമൊഴിയേ പോലീസത്തെ ട്രാക്ക് മാറ്റി. എവിടെ പോകുമ്പോ മാല മാറ്റാന്? ഏത് മാല? ഈ മാലക്ക് എന്ത് കുഴപ്പം? വാവയുടെ മാമോദീസയ്ക്ക് പോയപ്പം ആ വാവയ്ക്ക് വളയിട്ട് കൊടുത്തപ്പോ ഡിജൻജന്റ് തന്നിട്ട് എന്റെ മാല പൊട്ടിയിരിക്കുന്നു. മുഖത്തൊന്നും വെച്ചിരിക്കുന്നു. ആ ഇത് പിന്നെ പിമ്പിൾ പാച്ചസ്, കുറച്ച് സ്കിൻ കെയർ. പല മറ്റേ പോമ്മ പൈസ സാധനം എന്തോ സാധനം? ബിസ്ക്കറ്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ മാല കൊണ്ട് കൊടുത്തിട്ട് ബിസ്ക്കറ്റ് മേടിക്കാൻ പോവാമാ. പോവാ. ഒരു കാറ്റിലുമായി കലരാതെ ഒരു വീർപ്പിനുമാർത്തുലയാതെ കരളി. മതിയാ? ഇത് മതിയാ? താങ്ക് യു. ഇഷ്ടപ്പെട്ട? അമ്മയെ കാണിക്കാൻ മാല കുറിച്ച്. പുതിയ മാല. ഇഷ്ടപ്പെട്ട പുതിയ മാല ഇവിടെ അനിൽ നോക്കാൻ പോവാ. നല്ല ഗ്ലോ ഒന്നാ. ഗൈസ് ഞാനും ഡാൻഡ്രഫ് എല്ലാം ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് സെറോ എല്ലാം ഇട്ടപ്പം മുടി ഭയങ്കര സോഫ്റ്റ് ആയി, സൂപ്പർ ആയിരുന്നു ഗൈസ്. കേട്ടോ, നല്ല ഒരു ഗ്ലോ ഉണ്ട് എനിക്ക്. ഡേറ്റിംഗ് ഒക്കെ ഇനി ഒരിക്കൽ കൂടെ പോവല്ലേ? പെട്ടെന്ന് സെറ്റ് ചെയ്തേ. വലിച്ചെറിയിട്ടാണ് അവളെ.
എന്റെ കാല് കൊള്ളു. കൈ പോരാ, ഒരിക്കലാവില്ല, അങ്ങനെ ഒരിക്കലാവില്ല. നഖം നോക്കട്ടെ, നഖം നോക്കട്ടെ. ഇത് രണ്ടുപേരും എന്ത് പിള്ളേരാണ്, എന്ത് റേസിസ്റ്റ്. അവന്റെ എക്സ് നമ്പർ. മുന്നേ എന്റെ കൈ ടാൻ അടിച്ച് ഇവിടെ ഒരു കളർ, ഇവിടെ ഒരു കളറായിരുന്നു. ഇപ്പൊ കണ്ടാ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തപ്പോ ഒരു ഡേറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഒരു ഡേറ്റിംഗ് ഉണ്ടല്ലോ. ഇത് എന്തോ ഒരു ബന്ധി കേട്ട് തോന്നുന്നുണ്ട്. ഇത് സത്യം പറയും, നാളെ ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ചെറുക്കനാണോ പെണ്ണാണ്? നിന്റെ എക്സിന്റെ കൂട്ടുകാരില്ലേ? ഗൈസ് ഇവിടെ ടാറ്റു ഉണ്ട്, ടാറ്റു അടിക്കാൻ പോലും പറ്റും. ഗൈസ് നാട്ടുപ്രദേശത്ത് ഇങ്ങനത്തെ ഒരു കട നമ്മള് കണ്ടിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണ സിറ്റി വരെ പോണം, എത്ര ദൂരം. ഇത് അടുത്തിരിക്കുന്ന പൂവാർ ബസ് സ്റ്റാൻഡിന് അടുത്ത്, ഞങ്ങളുടെ നാട് പൊഴിയൂരിന് അടുത്ത് പൂവാർ ബസ് സ്റ്റാൻഡിന് അടുത്താണ് ഈ ഷോപ്പ് വരുന്നത്. ഗ്ലോ സ്റ്റൈലിഷ് യൂണിസെക്സ് സലൂൺ ആണ് ഗൈസ് ഇത്. അപ്പോൾ ഇവിടെ ഹെയർ സ്റ്റൈലിംഗ്, പെഡിക്യൂർ, മാനിക്യൂർ, നെയിൽ ആർട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഗൈസ്. മാത്രമല്ല കല്യാണത്തിലുള്ള ബ്രൈഡൽ ഗ്രൂമിംഗ് മേക്ക് ഓവറും ചെയ്യും. എല്ലാം ഉണ്ട്. ഗൈസ് ഇന്നലെ കുറെ അനന്തജനെ കളിയാക്കിയതിനു ശേഷം ഞാൻ ഹൈഡ്രാ ഫേസിൽ പോയി. ഭയങ്കരമായിട്ട് വെളുത്തല്ലേ. അങ്ങനെ ഗൈസ് ഞാൻ ഹൈഡ്രാ ഫേഷ്യൽ കഴിഞ്ഞു. ഇനി സ്മിത്ത് വാവയ്ക്ക് മുടി വെട്ടണം. വാവയ്ക്ക് എങ്ങനെ മുടി വെട്ടണം? അമ്മ പറഞ്ഞ ഫുള്ള് എടുക്കണോ അതോ വാവ പറഞ്ഞ സൈഡ് മാത്രം എടുക്കണോ? എങ്ങനെ എടുക്കാൻ? വാവ പറഞ്ഞ സൈഡ് മാത്രം മതി, എന്തായാലും മാത്രം എടുക്കാവേ. मेरे मौला मौला